വീട്ടില് അമ്മ എവിടെയാ ട്യൂഷൻ പഠിപ്പിക്കുന്നത്? വീടിന്റെ തൊട്ട് അടുക്കളയുടെ തൊട്ട് മതില് കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, പണിതിട്ടുണ്ട്, അവിടെയാണ്. അടുക്കളയുടെ മതില് കഴിഞ്ഞ് അവിടെയാണ് കാർ പാർക്ക് ചെയ്യുന്നത്. ആണോ? പക്ഷെ റോഡ് പണി എന്ന കാരണം ഞങ്ങളെ കാറ് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് ദൂരം കാട്ടിക്കൂടെ നടന്ന് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ആ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടാണ് ഞങ്ങള് വണ്ടി ഇടാറ്. കാട്ടിൽ കൂടെ പോവോ? കാട്ടിക്കൂടെ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ്. ആണോ? റെയിൽവേ പാലത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയ കാട്. എന്തോ പറമ്പോ വെച്ചാണ് നമ്മള് വലിയ കാടൊക്കെ. ശരിക്കും കാട്. കാട്ടിൽ എന്തൊക്കെയുണ്ട്? മൃഗങ്ങളില്ല, മൃഗങ്ങളില്ലാത്ത കാടാണ്. പക്ഷികളുണ്ട്. ഓക്കെ ഓക്കെ. എന്തൊക്കെ പക്ഷി ഉണ്ടായിരിക്കും ഏകദേശം? ക്രോ, പിന്നെ കോഴി, യെല്ലോ ബേർഡ്, യെല്ലോ ബേർഡ്സ്, മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളി. ഫ്രോഗ് ഉണ്ടോ? ഫ്രോഗ്. അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. അതിന്റെ അവിടെ നിന്ന് റോട്ടിൽ കൂടെ നടന്ന് ഇപ്പുറത്തെ സൈഡില് നേരെ പാളമുണ്ട്. അതിന്റെ അടിയിലാണ് റോഡ്. അവിടെയാണ് ഫ്രോഗ്സ് ഉള്ളത്. അവിടെയാണ് ഫ്രോഗ്, സ്നേക്ക് എല്ലാം നോക്കി വെച്ചേക്കാണ്. സ്നേക്ക് അതൊക്കെ എന്താണെന്നറിയോ? ഞങ്ങൾ ഒരു ദിവസം നോക്കിയപ്പോ ചേരപ്പാമ്പ് ഇങ്ങനെ പോയിട്ട് വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോയായിരുന്നു. ആണോ? അത് ശരി. ഈ ഭാവന ചേച്ചിയുടെ വീട്ടിലുണ്ട് കൊറേ സ്നേക്ക് വളർത്തുന്നുണ്ട് അവര്. സത്യം പറ, ഞങ്ങളെ വീടിന്റെ അകത്തല്ല, പുറത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. അനാക്കോണ്ട ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. പുറത്തങ്ങനെ പോയി നോക്കാറില്ല. ഞാൻ പറഞ്ഞത് തോടിന്റെ അടിയിൽ കയറി പോയത് നീർക്കോലിയാ. നീർക്കോലി. ഞാനും ചേര ഇങ്ങനെ വെള്ളത്തിനടി കൂടെ പോണെന്ന് വിചാരിച്ചു. ചേര ഞങ്ങളുടെ വീടിന്റെ ഗാർഡനിലാ വന്നത്. ആണല്ലേ? എന്നിട്ട് അതിനെ കീരി പിടിച്ച് കടിച്ചു. ഹലോ അമ്മ എവിടെ ഇരുന്നാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്? പ്ലീസ്. പറഞ്ഞ സ്ഥലത്ത് തന്നെ കാർ പാർക്കിങ്ങിന്റെ പുറകില് അവിടെയാണ് ടേബിളും കസേരയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അവിടെയാണ് എന്റെ അമ്മ പഠിപ്പിക്കുന്നത്. അല്ല, കഴിഞ്ഞ തവണ ബാബുസ്വാമി വരും പറഞ്ഞായിരുന്നല്ലോ. ഇന്ന് കാണിക്കണ്ടല്ലോ. കാണിക്കുന്നുണ്ടോ? എവിടെ കാണിച്ചു? സന്തോഷാവും. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. പിന്നെ ബാബുസ്വാമി അങ്ങനെയല്ല, ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം. അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് പർഷമിയാണെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും. പിന്നെ ഇല്ലേ, ഒരു കാര്യം പറയാം. ഹലോ, ഇവിടെ എന്തിനാ വന്ന്? പാട്ട് പാടാൻ. അപ്പൊ പാട്. വേണ്ടേ? അത് പിന്നെയും എന്തെല്ലാം ചോദിച്ചോണ്ടിരിക്കുന്നത്? അന്നത്തെ എപ്പിസോഡ് തന്നെ ചോദിച്ചതല്ലേ, പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? അയ്യോ, ഐ എം സോറി. പാട്ട് പാടുന്നത്. പാട്ട് പാടാവോ? പ്ലീസ്. റെഡിയല്ലേ? ഏത് പാട്ടാണ്? റംപമ്പമാണ്. അപ്പത്തിന്റെ പാട്ട്. അന്ന് ഈ അങ്കിളില്ലേ, ഈ ഇങ്ങനെ അടിക്കുന്ന അങ്കിള്, ഒരു സാധനത്തിൽ ഇങ്ങനെ ആങ്കിളില്ലേ, ആങ്കിള് എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് എത്ര അപ്പം വേണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 8 അപ്പം വേണമെന്ന്. കറി എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാൻ പോണ ഉത്തരം എന്താന്നറിയോ? ചിക്കൻ, പാല്, ബീഫ്, പൊറോട്ട. അപ്പത്തിന്റെ കൂടെയുള്ള കറി വെക്കുമ്പോ ഇതിന്റെ പൊറോട്ട പറഞ്ഞേ? പൊറോട്ട ഇല്ല, ചിക്കൻ, ബീഫ്, പാല്. ഹലോ, പ്ലീസ് ഒന്ന് പാടുവോ? നമുക്ക് പാടുന്നതായിരിക്കും നല്ലത്. ഏത് ഡീറ്റെയിൽസ് അറിയോ ഈ പാട്ടിന്റെ? അപ്പൊ കോമഡി വേണ്ടേ? കോമഡി പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ സൺ അങ്കിളും ജാക്കി അങ്കിളും. നിന്റെ അടുത്ത് പറഞ്ഞോ കോമഡി പറയണം. ഇവിടെ വന്നിട്ട് കോമഡി പറഞ്ഞിട്ട് എല്ലാവരും ചിരിപ്പിക്കണം. അതാണ് ഇങ്ങനെ എല്ലാരും ചിരിപ്പിക്കണേ. ഓടിപ്പോയിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കൂടുതലാണെന്ന് കുറവായി പോയി. ഇവിടെ ഒരു ഗ്രീൻ സൺ ഉണ്ടല്ലോ, ഓടിപ്പോയി. ഭാവന ചേച്ചി, ഇതാണ് നമ്മുടെ നവനീത്.
ആ, ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, നിങ്ങക്ക് തന്നെ എല്ലാം ഒന്നും വേണ്ട. മനസ്സിലായി കാണും. ഇവിടെ ഇൻ ഹൗസ് എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ. അതെ. ട്രീ ഹൗസാ ഇൻ ഹൗസ് എടാ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഭാഗ്യാണെന്ന് നമ്മുടെ